ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എനിക്കേറെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പെസഹ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു. ഒരുപാട് ഓർമ്മകൾ ഒരുമിച്ച് ആചരിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. പഴയ നിയമത്തിലെ പെസഹ, കടന്നുപോകൽ, അത് സന്തോഷത്തിൻ്റെ വാർത്തയാണെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹ, കർത്താവിൻ്റെ കടന്നുപോകൽ ദുഃഖത്തിൻ്റെ വാർത്തയാണ്. കാല് കഴുകി ശിഷ്യന്മാരുടെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നേക്കും ഒപ്പമാകാൻ വേണ്ടി. പൗരോഹിത്യം സ്ഥാപിച്ചു വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ എത്രയേറെ ഓർമ്മകൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ദിവസം. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും വിശുദ്ധിയും നിങ്ങൾക്ക് നേരുന്നു. കുമ്പസാരി ചുരുങ്ങി സാധിക്കുന്നിടത്തോളം ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ച് വീടുകളിൽ പോയി ആരാധനയിൽ പങ്കെടുത്ത് വീണ്ടും വീടുകളിൽ പോയി അപ്പമുറിക്കൽ ശുശ്രൂഷ നടത്തി വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻപായി വീട്ടിലെ കാർന്നോര്, വീട്ടിലെ കുടുംബനാഥൻ, വീട്ടിലുള്ള എല്ലാവരുടെയും പാദങ്ങൾ കഴുകി ചുംബിച്ച് ഇന്നാഘോഷിക്കുന്ന പെസഹ എത്രയോ അർത്ഥവത്താണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് രക്ഷകൻ പ്രധാനമായും നമുക്ക് തന്ന 5 കാര്യങ്ങളുണ്ട്. ഒന്ന് അവൻ്റെ വചനമാണ്. അത് നമുക്ക് ലഭിച്ചത് ക്രിസ്മസ് ദിവസമാണ്. പെസഹ തിരുനാളിൽ 2 കാര്യങ്ങൾ തരികയാണ്. ഒന്ന് അവൻ്റെ ശരീരം, 2 അവൻ്റെ പൗരോഹിത്യം. നിത്യപുരോഹിതനായ ഈശോ തൻ്റെ പൗരോഹിത്യവും ഈ ഭൂമിയിൽ നൽകിയിട്ടാണ് പോകുന്നത്. ദുഃഖവെള്ളിയാഴ്ച നാളെ നമുക്ക് പരിശുദ്ധ അമ്മയെ നൽകുന്നു. ഈസ്റ്ററിന് അവൻ്റെ സമാധാനം നമുക്ക് നൽകുന്നു. പെന്തക്കുസ്ത സുദിനത്തിൽ അവൻ്റെ ശരീരത്തെ, അവൻ്റെ ഭൗതിക ശരീരത്തെ, തിരുസഭയെ നമുക്ക് നൽകുന്നു. ഇങ്ങനെ പ്രധാനമായും 5 കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് കർത്താവ് ഈ ലോകം വിട്ടു പോകുന്നത്. ഒപ്പം സഹായകനായ പരിശുദ്ധാത്മാവിനെയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചില ചിന്തകൾ മാത്രം നിങ്ങളോട് പങ്കുവെച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് തുടരാം. കർത്താവ് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. കർത്താവ് അത്യധികം ആഗ്രഹിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയാവോ? വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന കൽപ്പന നൽകിയത് പെസഹ തിരുനാളിലാണ്. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞെങ്കിലും അത്യധികം ആഗ്രഹിച്ചു എന്ന വാക്ക് സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന ഏക കാര്യമേ ഉള്ളൂ. അത് നിങ്ങളോടൊപ്പം പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ്. നിങ്ങളോടൊപ്പം പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന് പറയുന്ന ഏക സംഭവം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നട്ടെല്ലാണ്. അതുകൊണ്ട് തന്നെയാണ് പൗരോഹിത്യത്തെ ചിതറിച്ചാൽ, വിശുദ്ധ കുർബാനയെ അവസാനിപ്പിച്ചാൽ ഇവിടെ ക്രൈസ്തവരെ ഇല്ലാതാക്കാനും ക്രിസ്തുവിനെ തുടച്ചു നീക്കാനും സാധിക്കുമെന്ന് ക്രൈസ്തവ വിരുദ്ധർ ചിന്തിച്ചു കൂട്ടുന്നത്. അവൻ്റെ സഭയെയോ അവൻ്റെ പൗരോഹിത്യത്തെയോ വിശുദ്ധ കുർബാനയെയോ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് പോയ 2022 വർഷത്തെ സഭയുടെ ചരിത്രവും ഭാവിയും അങ്ങനെ തന്നെ. ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നതെന്ന് പഠിപ്പിച്ച കർത്താവ് വിശുദ്ധ കുർബാന, ദിവ്യ കാരുണ്യം, ഈ കരുണയുടെ ഉത്സവം, മഹോത്സവം പെസഹ വ്യാഴാഴ്ച സ്ഥാപിക്കുകയാണ്. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട്, അപ്പമെടുത്ത് ഉയർത്തി വാഴ്ത്തിക്കൊണ്ട്, കാസ എടുത്തുകൊണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ മാത്രമാണ് അപ്പവും വീഞ്ഞും
അല്ലെങ്കിൽ പെസഹായിലെ ഊട്ടുതിരുനാളിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. യോഹന്നാൻ അക്കാര്യം പ്രതിപാദിക്കുന്നേയില്ല, മറിച്ച് പറയുന്നത് കാല് കഴുകലിനെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. കാരണം ഈ കാല് കഴുകലും ഈ വിശുദ്ധ കുർബാനയും രണ്ടും കാരുണ്യത്തിന്റെ പ്രതീകങ്ങളാണ്, ആഘോഷങ്ങളാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്ന വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചുള്ള വായനകൾ മാറ്റി പകരം അവിടെ കാല് കഴുകലാണ്. ഒന്ന് തിയറി, മറ്റൊന്ന് പ്രാക്ടിക്കല്. ഈ കാല് കഴുകലാണ് കാരുണ്യത്തിന്റെ ആഘോഷം. കരുണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർഹിക്കാത്തവന് നൽകുന്നതിന്റെ പേരാണ് കരുണ. പ്രിയപ്പെട്ടവരെ, കർത്താവ് കാല് കഴുകിയത് ശിഷ്യന്മാരുടെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവൻ കാല് കഴുകിയത് വെറും ശിഷ്യന്മാരുടെയല്ല, നാളെ മുതൽ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവരുടെ, നാളെ തള്ളിപ്പറയാനിരിക്കുന്നവരുടെ, നാളെ ഓടിപ്പോകാനിരിക്കുന്നവരുടെ, നാളെ പുറത്തു പോയി കുറ്റം പറയുന്നവരുടെ കാലുകളാണ് അവൻ കഴുകിയത്. ഒരു കാല് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രതീകാത്മകമായ അർത്ഥം അവൻ നടന്ന വഴികള്, അവൻ ഇക്കാലം അത്രയും സഞ്ചരിച്ച വഴികള്, അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകള്, അതിനെയൊക്കെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. കൈ കഴുകാൻ മടിയുള്ളവരുടെ കാലാണ് കർത്താവ് കഴുകുന്നത്. പലപ്പോഴും യഹൂദ പ്രമാണിമാരുടെ കയ്യിൽ നിന്ന് ഈ ശിഷ്യന്മാർക്ക് ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ്. കൈ കഴുകാൻ പോലും മര്യാദയില്ലാത്ത, നിയമം തെറ്റിക്കുന്ന ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് ഗുരുവും നാഥനും കർത്താവുമായ മിശിഹ ഇന്ന് നമുക്കൊരു മാതൃക നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബത്തിലെ കുടുംബനാഥൻ ഭാര്യയുടെയും മക്കളുടെയും കാല് കഴുകുന്ന ദിവസമാണ്. രണ്ടു തരം നേതൃത്വമാണുള്ളത്. ഒന്ന് കൈ കഴുകുന്ന നേതൃത്വവും മറ്റൊന്ന് കാല് കഴുകുന്ന നേതൃത്വവും. പീലാത്തോസിൻ്റെയും കർത്താവിൻ്റെയും. ഞാൻ ഏത് നേതൃത്വത്തിന് ഉടമയാണ്? ഞാൻ ഏത് തരത്തിലുള്ള കുടുംബനാഥനാണ്? കൈ കഴുകുന്ന കുടുംബനാഥനാണോ? കൈ കഴുകുന്ന വികാരിയച്ഛനാണോ? കൈ കഴുകുന്ന യൂണിറ്റ് പ്രസിഡന്റാണോ? കൈ കഴുകുന്ന കൈക്കാരനാണോ? കൈ കഴുകുന്ന പഞ്ചായത്ത് മെമ്പറാണോ? നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം. അതോ കാല് കഴുകുന്ന കർത്താവിനെ അനുഗമിക്കുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ പാഠം ഉൾക്കൊള്ളാതെ കർത്താവിൻ്റെ ബലിയർപ്പിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? യേശു തൻ്റെ അവസാന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാൻ ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നല്ലല്ലോ കർത്താവ് പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിന് പറയാമായിരുന്നു, ഞാൻ ഈ ചെയ്തത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇത് എല്ലാ ദിവസവും ഒരുമിച്ച് കൂടി ചെയ്യണം. പക്ഷെ കർത്താവ് പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്നാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങളും പ്രചരണങ്ങളും ആരോപണങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിലും തമ്പുരാന്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയ കർത്താവിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ, ഒരപ്പൻ്റെ അവസാനത്തെ ആഗ്രഹം, ജീവിതകാലത്ത് ഒരാഗ്രഹവും സാധിക്കാത്ത മക്കളാണെങ്കിൽ പോലും അവസാനത്തെ ആഗ്രഹം സാധിക്കാനായിട്ട് ആ മക്കള് എന്തായാലും ചെയ്യും, എന്തായാലും അനുസരിക്കും. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിലും. നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പോയി നിങ്ങളുടെ അടുത്തേക്ക് വിശുദ്ധ കുർബാന കൊണ്ടുവരുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കാൻ എങ്ങനെ പറ്റുന്നു മക്കളെ? വിശുദ്ധ തിരുരക്തം സ്വീകരിക്കാതിരിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കുന്നു? ഈ അപ്പനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യവും അനുസരിക്കാത്ത മക്കളാണെങ്കിൽ പോലും അപ്പൻ പോകുന്നതിന് മുൻപ് അവസാനമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം അനുസരിക്കാതിരിക്കാൻ അല്പമെങ്കിലും മനസാക്ഷിയുള്ള മക്കൾക്ക് സാധിക്കുമോ? എന്നിട്ടും വിശുദ്ധ കുർബാനയിലെ ആഘോഷമായിട്ട് ഞായറാഴ്ച കടം തീർക്കാൻ വേണ്ടി ഇവിടെ ചടഞ്ഞുകുത്തി വന്നിരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഞെളിഞ്ഞ് തിരിച്ചു പോകുന്നു. എങ്ങനെയാണ് ഒരു ആത്മായനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഇത് സാധിക്കുക? കാരണം തൻ്റെ അപ്പൻ്റെ അവസാനത്തെ ആഗ്രഹം അത്. എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അപ്പനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തേ പറ്റൂ. ഈ അപ്പം യോഗ്യതയോടെ ഭക്ഷിക്കാത്തവർ രോഗികളും ദുർബലരുമായി തീർന്നു എന്നുള്ള വചനം നമ്മെ പേടിപ്പിക്കുന്നുണ്ട്. വെറുതെ വലിച്ചുകൂട്ടി വാങ്ങിക്കൂട്ടി അച്ചപ്പം തിന്നുന്നത് പോലെ തിന്നാനോ കയ്യിൽ കിട്ടിയത് വാങ്ങി കയ്യിൽ തട്ടിപ്പുറഞ്ഞു പോകാനോ ഉള്ളതല്ലല്ലോ വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഒരുങ്ങുന്നത്. ഞാൻ ഒരു പള്ളിയിൽ, പറപ്പൂരാണ് പള്ളി,
പറപ്പൂര്